ഐ.ടി മേഖലയ്ക്ക് കേരളം കൊള്ളാം, മറ്റു മേഖലയ്ക്ക് സമയമായില്ല എന്നൊരു ചിന്തയുണ്ട്. വിഴിഞ്ഞത്തിന് ചുറ്റും പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിന് കാര്യമായ സ്കോപ്പും ലക്ഷക്കണക്കിന് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ചന്ദ്രയാൻ പദ്ധതി കേരളത്തിൽ നിന്നുള്ള 22 MSME പങ്കെടുത്തു. ആരും അറിയാം. വളരെ പ്രധാനപ്പെട്ട പദ്ധതി KMML-മായി ബന്ധപ്പെട്ട പുനരുദ്ധരണ വകുപ്പിന് ലക്ഷക്കണക്കിന് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. മലയാളി കേരളത്തിൽ ജോലി ചെയ്ത് വളർന്നാൽ മലയാളിക്ക് അന്തസ്സില്ല. അന്യനാട്ടിൽ പോയിട്ട് നല്ല പേരുണ്ടാക്കിക്കൊണ്ടൊരു മലയാളി ജീവിച്ചു വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം നമ്മുടെ ഈ ടാരിഫ് നിലവിൽ വന്ന ശേഷം വ്യവസായികളുമായിട്ട് വേദി നടത്തിയിരുന്നത് കേരളമാണ്. വീട്ടമ്മമാർ എല്ലാം സംരംഭകരായി മാറുന്ന ഒരു അസാധാരണ ഇനിയുള്ള കാലത്ത് അത്തരത്തിലുള്ള മെറ്റീരിയൽ, ഇൻ്റലക്ച്വൽ, മെൻ്റൽ പ്രോഫിറ്റ് അതിലേക്ക് തന്നെയാണ് മലയാളി സമൂഹം സഞ്ചരിക്കുന്നത്. നമസ്കാരം. പ്രോഫിറ്റ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പ്രോഫിറ്റ് ടോക്കിൽ നമ്മളിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ സീനിയർ IAS ഓഫീസർമാരിൽ ഒരാളും വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ മുഹമ്മദ് ഹനീഷ് ആണ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം സാറേ. നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്നത് വലിയ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ നമ്പർ 1 ആണ്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഭയങ്കര ഒരു ഇതിലേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. 1.5 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള വലിയൊരു ഒരു ഒരു ഇത് നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മേഖലയെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊപ്പം തന്നെ വേറൊരു വലിയ ശക്തമായ വിമർശനവും വരുന്നുണ്ട്. പലരും പറയുന്നു കേരളം ഞങ്ങൾ വിട്ടുപോവുകയാണ്, കേരളത്തിലൊന്നും നടക്കുന്നില്ല, തെലുങ്കാന ഞങ്ങൾ വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒരു വശത്ത് നമ്മൾ വലിയ വികസനത്തിലേക്ക് പോകുന്നു, മറുവശത്ത് ഇതേപോലെ തന്നെയുള്ള വലിയ വിമർശനം അവശേഷിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വൈവിധ്യങ്ങളുടെ ഇതിൽ സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗണ്യമായിട്ടുള്ള പുരോഗതി റിഫോംസിൻ്റെ കാര്യത്തിൽ, അതുപോലെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എപ്പോഴും 2 കാര്യങ്ങളാണ്. ഇത് ഇത്തരത്തിൽ നിയമങ്ങളിൽ കൊണ്ടുവന്ന ഗുണപരമായ മാറ്റങ്ങൾ അവ എങ്ങനെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കും, യാഥാർത്ഥ്യമാക്കുമെന്നർത്ഥം. രണ്ടാമത്തെ വിഷയമുള്ളത് നമുക്ക് അതോടൊപ്പം തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ എന്തൊക്കെ ചെയ്താലും കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് കേരളം പൂർണ്ണമായിട്ടും മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സെക്ടേഴ്സിലെ വലിയ ഊന്നൽ കൊടുത്തതുകൊണ്ട് വ്യവസായത്തിന് അത്ര താരതമ്യേന ഊന്നൽ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വ്യവസായ സംസ്കാരം ഇവിടെ കുറഞ്ഞുപോയി എന്നൊരു ശങ്കയിൽ നിന്ന് ഉടലെടുത്ത പതിറ്റാണ്ടുകളായിട്ടുള്ള ചില ഇമേജ് ഇഷ്യൂസാണ് ഈ 2 പ്രശ്നം. അപ്പോൾ ഈ ഇമേജ് ഇഷ്യൂ ഒരു ഭാഗത്തും 2 പ്രവൃത്തി പദത്തിൽ എത്താൻ ഇനിയും പൂർണ്ണമായി സാധിക്കാത്ത റിഫോംസ്. അപ്പോൾ ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ ഇവിടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു. അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പൊതുവേ നമുക്ക് മറ്റുള്ള ദേശക്കാരൊക്കെ ഒരല്പം പിശുക്കുണ്ടെന്ന് ഞാൻ പറയും. നമുക്കൊക്കെ ഒരു നല്ല അഭിപ്രായം പറയാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ആ പിശുക്ക് കൂടാതെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിവിധ ഒരു ഇമേജ് ഇഷ്യൂ പ്രവൃത്തി പദത്തിലേക്ക് റിഫോംസ് എത്തുന്നതിൻ്റെ ഒരു ചെറിയ ഇമേജ് ഇഷ്യൂ നമുക്കിപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1ാം സ്ഥാനത്ത് നിന്ന് വന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ അൾട്ടിമേറ്റ്ലി എക്സ്പീരിയൻസ് അല്ലേ ഏറ്റവും വലിയ ബിലീഫ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് 3,70,000 പുതിയ MSMEകൾ വന്നു. കടയാണ്, കച്ചവടമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മാറ്റി പോലും മിനിമം 1.5 ലക്ഷം MSMEs മാനുഫാക്ചറിംഗ് സെക്ടറുകളുണ്ട്. വനിതകൾക്ക് 40% പങ്കാളിത്തമുണ്ട്. ഇത് 2 സത്യമാണെങ്കിലും GST, ഉദ്യമ രജിസ്ട്രേഷൻ എല്ലാം ശരിയായി വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യമുള്ളത് വലിയ പേരുകൾ, ബിഗ് നെയിംസ് ഇൻ ഇൻഡസ്ട്രി, അവർ വന്നു തുടങ്ങാൻ അല്പം കൂടി സമയമെടുക്കും. IT മേഖലയ്ക്ക് കേരളം കൊള്ളാം, മറ്റു മേഖലയ്ക്ക് സമയമായില്ല എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ അവിടെയും പലരും കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ
മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ളതുപോലെ 2000-3000 ഏക്കറൊന്നും കൊടുക്കാൻ നമുക്കില്ല. നമുക്കത് സാധിക്കുക വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനാണ്. അപ്പോൾ സ്ഥലപരിമിതി ഒരു പ്രയാസമല്ലാത്ത, ഭൗതികമായിട്ടുള്ള കൂടുതൽ ഊന്നലുള്ള ഒരു അത്തരത്തിലുള്ള ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ് കുറേ കൂടി നമുക്ക് ഉത്തമം. നമുക്ക് അത്രയും സ്ഥലമുണ്ട്. അത്തരത്തിലുള്ള വലിയ സംഭവങ്ങളുണ്ടായാൽ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളൂ. അങ്ങനെ പിന്നാലെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലുള്ള കാര്യങ്ങൾ വ്യത്യാസം. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു സ്കോപ്പ് നമുക്ക് കേരളത്തിൽ ലാൻഡ് അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. അതുപോലെ മറ്റ് പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ IT അധിഷ്ഠിതമായിട്ടുള്ള നോളജ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസായത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഈ വലിയ മാനുഫാക്ചറിങ്, വലിയ പ്രൊഡക്ഷൻ, ഒരു കാർ അസംബ്ലി പ്ലാന്റ് അങ്ങനെ സാധിക്കുന്നതാണ്. ഈ MSMEകളിൽ 40% വാസ്തവത്തിൽ ഫുഡ് സെക്ടറാണ്. ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് ഒരു പ്രയാസവുമില്ല. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ ഹൃദയയുടെ ഭാഗമായിട്ട് പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഫുഡ് പ്രോസസ്സിംഗാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. മാനുഫാക്ചറിങ് സെക്ടറിൽ ഒരു ഗ്രോത്ത് കാര്യമായിട്ടുണ്ട്. വിഴിഞ്ഞത്തിന് ചുറ്റും പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിന് കാര്യമായ സ്കോപ്പുണ്ട്. നമുക്ക് അവിടെ ഭൂമിയാണ് പ്രയാസം. ഗവൺമെന്റ് അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടത് നമുക്ക് വിഷൻ 2031 അതൊരു മേജർ സംഭവമായിട്ട് ഉയർത്തി കാണിക്കുക. എന്താണ് അവിടെ നമ്മൾ ഈ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പും ഗവൺമെന്റും പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്? വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വിശാലമായ രീതിയിൽ തിരുവനന്തപുരം മുതൽ പുല്ലൂർ വഴി, പുല്ലൂരിൽ നിന്ന് കൊല്ലം വഴിയും, കൊല്ലത്തിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വഴിയുമുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക, കോറിഡോർ. അതിൻ്റെ പേരാണ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ. ഒരു ഔട്ടർ റിംഗ് റോഡിന് ചുറ്റുമായിട്ടുണ്ടാകുന്ന ഗ്രോത്താണ്. അതങ്ങനെ വെറുതെയുള്ള ഗ്രോത്ത് എന്ന് മാത്രം വിചാരിക്കേണ്ട. വെയർ ഹൗസുകളും കോൾഡ് ചെയിൻ ഫെസിലിറ്റിയും പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസും എല്ലാം വരുന്നതിന് വേണ്ടി കുറേ കൂടി ഗണ്യമായ രീതിയിലുള്ള വ്യവസായങ്ങൾ വരാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയിലും മറ്റും ഉണ്ടാക്കിയത് പോലെയുള്ള ആ ഒരു സങ്കല്പം കൂടെ യാഥാർത്ഥ്യമാക്കാൻ നോക്കിയാണ്. അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടെന്ന് പറഞ്ഞാൽ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിമിതമായ റോളെ ഉണ്ടായിരിക്കും. പരിമിതം എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ടും പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസ്, അവിടെ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് ഉണ്ടാവും. എങ്കിലും പൂർണ്ണമായിട്ടുമുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി വ്യവസായം നടത്തുവാനും വാണിജ്യം നടത്തുവാനും സാധിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻസെൻറ്റീവ്സും എല്ലാം കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഇത്രയും വലിയ തുറന്നു. ദുബായ് അതിനൊരു നല്ല എക്സാമ്പിൾ ആണല്ലോ. ജബലാലി അതുപോലുള്ള ആ തരത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിശ്ചയമായിട്ടും ജബലാലിക്കും അപ്പുറം നമ്മൾ പോകും. ജബലാലിക്ക് ഇത്രയും സ്പേസ് ഇല്ല. നമ്മളിപ്പോൾ പൊല്ലൂർ വരെ വന്ന് അവിടെ നിന്ന് കൊല്ലം വഴി തിരിച്ചെത്തുമ്പോൾ വലിയൊരു കോറിഡോറാണ്. അവിടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഏകദേശം 2-3 കിലോമീറ്റർ വീതിയിലാണ് ഈ പറയുന്ന കോറിഡോറിന്, പിന്നെ റിംഗ് റോഡിന് ഇരു സൈഡുകളിലുമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിന് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. എത്ര തൊഴിൽ ഏകദേശം എൻവിസേജ് ചെയ്യുന്നുണ്ട്? വിഴിഞ്ഞത്ത് വാസ്തവത്തിൽ നമ്മുടെ കണക്ക് പ്രകാരം ഡയറക്റ്റും ഇൻഡയറക്റ്റും കൂടെ ഒരു മിനിമം 2 ലക്ഷം തൊഴിലവസരങ്ങളുണ്ടാവും ഈ കോറിഡോർ പൂർത്തിയാകും. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴും അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ KS50 പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിനകത്ത് ആ ഒരു മാറ്റം കാണുന്നില്ല എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു വിമർശനം വരുന്നുണ്ട്. ഇപ്പോഴും ചില ഹാർഡിൽസ് ഇപ്പോൾ അത്രത്തോളം വരില്ല. ഇപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ജില്ലാതല സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പോലെ കൃത്യമായി കൂടുന്നുണ്ടെന്ന് മാത്രമല്ല, ഓരോ ജില്ലാ കളക്ടർക്ക് മുമ്പെങ്കിലും ഇല്ലാത്തൊരു കാര്യം ചെയ്തു. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ സെൽ, ജില്ലാ കളക്ടർക്ക് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ് ഉണ്ട്. അവരാണ് മുഴുവൻ ജില്ലയുടെ കാര്യം നോക്കുക. അങ്ങനെ 14 ജില്ലയിൽ നിലവിൽ വന്നു. അടുത്തതായിട്ട് കളക്ടറേറ്റിനകത്തുള്ള 2 ഓഫീസേഴ്സും വളരെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ്, ഒരു കോർ ടീമായിരിക്കും. അടുത്ത ഏറ്റവും വലിയ ഗുണം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉള്ള ബോർഡാണ്. പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം അവിടെ വരും. അവിടെ അല്ല, കേന്ദ്രമന്ത്രിസ്ഥാന തലത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഒരു സബ് കമ്മിറ്റി എന്നുള്ള ഒരു ആശയം കുറച്ച് അതാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഗണ്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടി പറയാം,
കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും വ്യവസായ വകുപ്പ് അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും കൂടാതെ മൊത്തത്തിൽ നമ്മുടെ ഈ പിന്നെ ജില്ലാ സിംഗിൾ വിൻഡോ അപ്ലിക്കേഷൻസ് പോലെ സ്റ്റേറ്റ് ലെവലിലൊക്കെ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ MSME സെക്ടറിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നതിന് സഹായമായൊരു തീർച്ചയായിട്ടും MSME മാത്രമല്ല ലാർജ് സെക്ടറിലേക്ക് തന്നെയാണ്. എല്ലാവർക്കും ഇപ്പോൾ എങ്ങനെയെങ്കിലും സിംഗിൾ വിൻഡോ അപ്ലിക്കേഷൻസ് പോലെ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മതിയായി. പഴയതുപോലെ 4 വിൻഡോ പിന്നെയും തുറക്കുന്നു എന്ന് ആരും പറയുന്നില്ല. പിന്നെ നമ്മൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നമ്മൾ നടത്തി. ഇപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഒരുപാട് പ്രപ്പോസൽസ് വന്നിരുന്നു. ഇതൊക്കെ പക്ഷെ ഒന്ന് മെറ്റീരിയലൈസ് ചെയ്യുന്നതോ പിന്നീട് അതിൻ്റെ ഒരു ഫോളോ അപ്പോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു മാധ്യമ വിമർശനങ്ങളാത്ത രീതിയിലൊക്കെ. പക്ഷെ ഇത്തവണ ശ്രദ്ധിക്കുക, ഫെബ്രുവരി മാസം 21, 22 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് നടത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ കൃത്യമായിട്ടുള്ള 2, 8, 10, 8 മാസമായി. ഈ 8 മാസത്തെ കാലത്തിനിടയ്ക്ക് മുൻകാര്യങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ ആഴ്ചതോറും എൻ്റെ റിവ്യൂ മീറ്റിംഗ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം 449 ഗൗരവതരമായിട്ടുള്ള പ്രപ്പോസലുകളിൽ 98 പ്രപ്പോസലുകളിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. ഏതെങ്കിലും പ്രോജക്റ്റുകൾ ആരംഭിച്ച സ്ഥിതിയുണ്ടോ? തീർച്ചയായിട്ടും 98 പദ്ധതികൾ കൺസ്ട്രക്ഷൻ തുടങ്ങി. എന്നാൽ ഇതെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ 449 പിന്നീട് ആരും ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ജോലി ചെയ്യാത്തതല്ല, പക്ഷേ ഈ വാർത്തയെ പറ്റി ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. അതേസമയം എവിടെയെങ്കിലും ഒരു ഫ്ലോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയാൽ സാധാരണ ഉണ്ടാകുന്നത് 2 ലക്ഷം കോടി രൂപ, 3 ലക്ഷം കോടി രൂപ എന്ന് പറയും. കേരളത്തിൽ നമുക്ക് മുൻകാലത്ത് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകളിലെല്ലാം ഈ രീതിയിൽ ഉണ്ടായത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ പ്രഖ്യാപനം വരും. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഇത്രയും വിജിലൻ്റ് ആയിട്ടൊരു ഫോളോ അപ്പ് പലപ്പോഴും പല കാരണങ്ങളാൽ സാധിച്ചില്ല. 2000 ആണ്ട് പിന്നെ ആദ്യത്തെ പതിറ്റാണ്ടിൽ 2ാം പതിറ്റാണ്ടിൽ എല്ലാം തന്നെ ഉണ്ടായത് നമുക്ക് പിന്നീട് അങ്ങോട്ട് പുതിയ കാര്യങ്ങളിലേക്ക്. ഇവിടെ എന്തോ ഭാഗ്യവശാൽ മിനിസ്റ്ററും എല്ലാവരും അത്ര സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് നന്നായി ഫോളോ അപ്പ് ചെയ്ത് ഓരോ പ്രൊജക്റ്റ് സാധിക്കുന്നുണ്ട്. ഇതിന് EOI വെച്ചിട്ടുള്ള എല്ലാവരും പറയും. അപ്പോൾ 98 എണ്ണമായി. 37 മേജർ പ്രോജക്റ്റുകളൊന്നും പറയാൻ പോകുന്നത് ഞാൻ പറയുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ പിന്നെ ഒരു ഉത്തര കേരളത്തിന് വേണ്ടി മൊത്തമുള്ള ടെർമിനൽ പിന്നെ പാലക്കാട് കഞ്ചിപ്പോൾ പണിതിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കുറേ മെഡിക്കൽ ഹോസ്പിറ്റൽസ് പൂർണ്ണമായ നിർമ്മാണം തുടങ്ങിയത് അതിനുശേഷം തുടങ്ങിയതാണ്. 3 പിന്നെ ഇത് കൂടാതെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നന്നായി തുടങ്ങി. 4ാമത് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് സമീപകാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പിൻ്റെ രംഗത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ 6000-ഓളം സ്റ്റാർട്ടപ്പുകളായി. അവയ്ക്ക് നല്ല ഒരു ഘടകം ഉണ്ടാക്കുവാൻ നമുക്ക് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൂടി സാധിക്കും. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന രീതിയിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ സിന്തൈറ്റ്, ജിയോജിത്ത് അവരെല്ലാം സെൻറ്റർ ഓഫ് എക്സലൻസ് ഓരോരോ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ വ്യവസായവും അക്കാഡമിക്സും തമ്മിലുള്ള ബന്ധം കൂടി നന്നാവുന്നു. 2 സ്റ്റാർട്ടപ്പ് വില്ലേജിലും മേക്കർ വില്ലേജിലുമുള്ള സ്റ്റാർട്ടപ്പുകളുടെ അവരുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാതെ നമ്മൾ അതിന് കുറേ കൂടി ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടോടൈപ്പുകളെ എങ്ങനെ മാർക്കറ്റബിൾ പ്രോഡക്ട്സ് ആക്കാം എന്ന രീതിയിലാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും മെഡിക്കൽ കോളേജുകളോട് ചേർന്നുകൊണ്ട് IEDC എന്ന പേരിൽ ആൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ, ഇന്നോവേഷൻ ആൻഡ് ആൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ അതും നിലവിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മുൻകാലത്ത് വെറുതെ ഒരു ഐഡിയ അതൊരു ചെറിയൊരു മാതൃക ഉണ്ടാക്കും. അത് പിന്നീട് ഒരു മാർക്കറ്റബിൾ കമ്മോഡിറ്റി ആക്കുവാൻ ഫിനാൻസ് വേണം, ടെക്നോളജി വേണം, അതിനുപരിയായിട്ട് കൃത്യമായിട്ട് ബ്രാൻഡിങ് വേണം. അതിനെല്ലാം സഹായകമാകുന്ന തരത്തിൽ ഉള്ള പുഷ് കൊടുക്കാൻ നമുക്ക് നമ്മുടെ റാമ്പ് പദ്ധതിയും മറ്റുള്ള പദ്ധതികളും വെച്ച് സാധിക്കുന്നുണ്ട്. ഇനി വേണ്ടത് അവയ്ക്ക് സാമ്പത്തികം കൊടുക്കാനായിട്ടൊരു ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് AIF അത് രൂപീകരിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രഖ്യാപിച്ചു. അതെങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്? അങ്ങനെ ആവുമ്പോൾ സീഡ് ഫണ്ട് ഗവൺമെന്റ് കൊടുത്തിട്ട് ബാക്കി ഇൻവെസ്റ്റേഴ്സ് പണം കൊണ്ടുവരുന്നു. താല്പര്യക്കാര് അവരെല്ലാവരും ഷെയർസ് എടുത്തുകൊണ്ട് ഈ തുകയാണ് നല്ല കൊള്ളാവുന്ന വയബിളായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കുള്ള സീഡ് ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വിഷൻ 2031 കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു.
ആ കോറിഡോറിൻ്റെ കാര്യം. അത് കൂടാതെ തന്നെ ചില ക്ലസ്റ്റേഴ്സ്, ചില സെൻറ്ററുകൾ അടക്കമുള്ള ചില പ്രഖ്യാപനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ നിരവധി ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്കിപ്പോൾ കേരളത്തിലുടനീളം നമുക്ക് നിരവധി വിഷയാധിഷ്ഠിതം തീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പോർട്ട് പോളിസി, ലോജിസ്റ്റിക്സ് പോളിസി, ESG പോളിസി, ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്ക്, ഇതെല്ലാം നിലവിൽ വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവയുടെ എല്ലാ അടിസ്ഥാനത്തിൽ നമുക്കൊരു 22 കോർ ഏരിയാസ് 2023 വ്യവസായ നയം വെച്ച് രൂപീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചിരപരാധമായ ആയുർവേദ ടൂറിസം മുതൽ തുടങ്ങി എയറോസ്പേസ് ഡിഫൻസ് വരെയുണ്ട്. ഈ പറയുന്ന മേഖലകളിലെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഊന്നൽ നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ സാധിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സും മറ്റും കഴിയുന്നത്ര ഉപയോഗിക്കാം. ക്ലസ്റ്റേഴ്സ് കുറെ കൂടി നന്നാവും. കാരണം ഏറ്റവും മികച്ച കോമൺ ഫെസിലിറ്റീസ്, തുക വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുക, മെച്ചപ്പെട്ട ഉൽപ്പാദനക്ഷമത, എങ്കിൽ മാത്രമേ ആഗോള വിപണിയെ പിടിച്ചെടുക്കാൻ സാധിക്കൂ. ഇതിൽ KSIDC എത്രമാത്രമായിരിക്കും ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? KSIDC എത്രയോ കൊല്ലങ്ങളായിട്ട് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി NBFC എന്ന നിലയിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ കൊടുക്കുക എന്നാണ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പാർക്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് കൺസൾട്ടൻസിൻ്റെയും കൂടി സഹായത്തോടുകൂടി കാര്യമായിട്ട് പ്രവർത്തനം നടത്തുകയും നിക്ഷേപകരെ തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കാര്യം ഉണ്ടാക്കുവാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കുന്ന ചില പരിപാടികളുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് അപ്പുറം വ്യക്തമായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യാമെന്ന കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് ഇൻഡസ്ട്രി സ്റ്റാർട്ടിന് കീഴിലുള്ള BDSPs, ബിസിനസ് ഡെവലപ്മെൻറ്റ് പിന്നെ എക്സിക്യൂട്ടീവ്സ്, അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ. ഈ നമ്മളിപ്പോൾ കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ AI അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രത്യേക ഒരു ഇതവിടെ ആരംഭിക്കാനായിട്ടുള്ള ആരംഭിച്ചിട്ടുണ്ട്. ഈ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ AI വാസ്തവത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. IT രംഗത്തൊക്കെ എന്തെല്ലാം ജോലിയിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവും, എന്തെല്ലാം പുതിയ ജോലികൾ, എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അത് വിവിധ സ്ഥാപനങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടായിട്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ നല്ലതുപോലെ ഇത് സംബന്ധമായിട്ടുള്ള ഗവേഷണം നടത്തിക്കൊണ്ടും പിന്നെ നല്ലൊരു R&D സെന്റേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫോ പാർക്കിലെ പുതിയ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ഫേസ് 4 കാര്യം ഭൂമി എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ട്രാക്കോ കേബിൾസിന്റെ ഭൂമി ഇൻഫോ പാർക്കിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ പുതിയ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇപ്പോൾ ലുലു വന്നുള്ള പുതിയ പ്രൈവറ്റ് പ്ലേയേഴ്സ് കൂടുതൽ ഇൻഫോ പാർക്കിലേക്ക് ഏറ്റവും ആധുനികമായിട്ട് സൗകര്യങ്ങളോടുകൂടി ഈ പാർക്കിൽ ഈ പറഞ്ഞ പോലെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഫെസിലിറ്റി പ്രൊവൈഡേഴ്സ് ആയിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ ഏറ്റവും മികച്ച കമ്പനികളെ ആകർഷിക്കാൻ സാധിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഒരു കാലത്ത് സിലിക്കോൺ വാലി വളർന്നത്. ആ ഒരു മോഡൽ നമ്മൾ റിപ്ലിക്ക് ചെയ്യുക എന്നുള്ളൊരു തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഗ്രാഫീൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇത്, അതുപോലെ നാനോ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മിനിസ്റ്ററും വ്യവസായ വകുപ്പിൻ്റെ പല യോഗങ്ങളിലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. ആ തരത്തിലുള്ള മേഖലകളിലുള്ളൊരു മാറ്റം എങ്ങനെയാണ്? ഒറ്റപ്പാലത്തുള്ള ഡിഫൻസ് പാർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രഫീൻ അരോള എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. കൂടാതെ രാജ്യത്ത് തന്നെ ഗ്രഫീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട കമ്പനി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യകാല ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ പിന്നെ ഈ കാർബോണ്ടൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവർക്ക് കഴിയുന്നത്ര പ്രോത്സാഹനം കൊടുക്കുക. രണ്ടാമതായിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും യൂറോപ്പിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസിൻ്റെ ടൈപ്പ് ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടൊരു പുതിയൊരു മേഖലയോ വാതിൽ തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രഫീൻ ഒരു പുതിയ ഒരു നമുക്ക് വലിയ സ്കോപ്പുള്ള ഏരിയ ആയിട്ട് തന്നെയാണോ അതിനെ? തീർച്ചയായിട്ടും ഗ്രഫീൻ ഒരു വണ്ടർ സബ്സ്റ്റൻസ് ആണ്. അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അടുത്ത് അനുബന്ധമായിട്ടുള്ള കുറേ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു കാര്യം, അതായത് നമ്മൾ ഈ പെട്രോ കെമിക്കൽ അധിഷ്ഠിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. ഓയിൽക്കോപ്പലിനും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സ് എല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഡൗൺ സ്ട്രീം ഇൻ്റഗ്രേഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ധാരാളം MSc പറയാം ഇതുകൊണ്ട് ഗുണം ലഭിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ചെറിയൊരു കഥ പറയാം. ചന്ദ്രയാൻ പദ്ധതിയിൽ കേരളത്തിൽ നിന്നുള്ള 22 MSc പങ്കെടുത്തു, ആരും അറിയാതെ. അതിൽ കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിരുന്നു, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്.
ടൈറ്റാനിയം സ്പോഞ്ച് കൊടുത്തു. 22 MSME നമ്മൾ ചന്ദ്രയാനില് ഭാഗമൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ആരും അറിഞ്ഞില്ലല്ലോ. ഇല്ല. ഒരു മീഡിയ അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 449 98 സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവൃത്തിയിലെത്തി. ആകെ ഉള്ളതിന് 42%, ക്ഷമിക്കണം 22% വന്നത്. പല സംസ്ഥാനങ്ങളും ഒരു 2 വർഷം കഴിഞ്ഞ് കണക്കെടുക്കുമ്പോൾ ആകെ കിട്ടിയ വാഗ്ദാനത്തിന് 10% പോലും നടപ്പിലാക്കിയാൽ ഭാഗ്യമെന്ന് കരുതുന്നവരാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ 8 മാസക്കാലത്തിനിടയ്ക്ക് 23% എത്തുവാൻ സാധിച്ചു എന്നത് അഭിമാനകരമാണ്. അതെങ്ങനെയും ഒരു 50% എത്തിക്കണം ഒരു പകുതിയെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 449 എന്റെ അഭിപ്രായത്തിൽ 200 തുടങ്ങിയെന്ന് വിചാരിക്കുക. അതൊരു വലിയ മാറ്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്വാഭാവികമായിട്ടൊരു 1.25 കോടി രൂപയായിരിക്കും. 1.25 ലക്ഷം കോടി രൂപയായിരിക്കും. അത്രത്തോളം എംപ്ലോയ്മെന്റ്സ് ഉണ്ടാവും. ടേൺ ഓവർ ഉള്ള കമ്പനീസ് ആയിരിക്കും. അതായിരിക്കും അത്രയും ഒരു വലിയൊരു പ്രോസ്പെക്ട് അതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും. ഇത് മറ്റൊരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഈ ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്ക തന്നെ ചൈനയ്ക്കെതിരെ ഇത്രയും വലിയൊരു ഇതൊക്കെ കൊണ്ടുവരാൻ കാരണം റയർ എർത്തുകളുടെയും മാഗ്നറ്റിന്റെയും അതിൻ്റെയൊക്കെ എക്സ്പോർട്ട് ഇപ്പോൾ കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നു. ഈ ആധുനിക വ്യവസായങ്ങളിൽ അതിൻ്റെ എല്ലാം ഒരു പ്രാധാന്യം വർദ്ധിക്കുകയാണ്. അപ്പൊ കേരളത്തിന് ആ രംഗത്ത് നമുക്ക് വലിയൊരു സാധ്യതയുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ആലോചിക്കുമോ? എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ കൊല്ലത്തെ റെയർ എർത്തിന്റെ കാര്യത്തിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നാമതായിട്ട് ഈ നമ്മുടെ റെയർ മിനറൽസിൽ നിന്നാണ് മാഗ്നറ്റ് മറ്റും ഉണ്ടാക്കുന്നതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ കാര്യമായി പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പദ്ധതി കേരളവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വരാൻ പോവുകയാണ്. വിശദാംശങ്ങൾ ഇപ്പൊ തൽക്കാലം പറയത്തില്ല. സെൻസിറ്റീവ് സെക്ടറിൽ അതെ. അപ്പൊ അത് ആ മേഖലയിലേക്ക് എന്തായാലും വലിയ കാര്യമായിട്ട് ആലോചന നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മളിപ്പോഴും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു നമ്മളെ സംബന്ധിച്ചൊരു ചിന്ത അവശേഷിക്കുകയാണ്. അതായത് കേരളം ഇപ്പോഴും ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യവസായ സൗഹൃദമല്ല, ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ഒരു 3 വർഷക്കാലം മുമ്പ് സംസാരിച്ചതിനേക്കാൾ കുറെ കൂടി വ്യത്യാസം ഇപ്പോൾ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? വ്യത്യാസം വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. മാത്രമല്ല ചിന്തയിൽ വ്യത്യാസമുണ്ട്, ചർച്ചകളിൽ വ്യത്യാസമുണ്ട്. ഇനി വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ 4 പരദേശികൾ ഇവിടെ വന്ന് നല്ല വ്യവസായം നടത്തിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരോട് പറയുകയാണ് കൊള്ളാവുന്ന സ്ഥലമാണെന്നുള്ളത്. നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചെയ്യും. നമുക്കുള്ളൊരു പ്രയാസം എന്നാൽ മലയാളി കേരളത്തിൽ ജോലി ചെയ്ത് വളർന്നാൽ മലയാളിക്ക് അന്തസ്സില്ല. അന്യനാട്ടിൽ പോയിട്ട് നല്ല പേരുണ്ടാക്കിക്കൊണ്ടൊരു മലയാളി തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിക്കും. ഇത് പല ആൾക്കാരുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇത് സംബന്ധമായിട്ട് ഒരു അറേബ്യൻ വംശജർ ഇവിടെ വന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ സഹോദരന്മാർ പറയും അവരെല്ലാവരും അവിടെ പോയിട്ടുണ്ട്, അപ്പം നന്നായിട്ടുണ്ട്. അല്ല, ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടിരുന്ന ഈ IBM പോലുള്ള കമ്പനികൾ, അങ്ങനെ പല കമ്പനികളും വരുന്നു എന്ന് കേൾക്കുന്നു. IBM വാസ്തവത്തിൽ 100 പേരെ വെച്ച് ആരംഭിച്ച സെന്ററിൽ 2500 പേരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ മോട്ടോർ വാഹന രംഗത്ത് പ്രധാനപ്പെട്ട വല്ല മേജർ പ്ലേയേഴ്സും തിരുവനന്തപുരം അധിഷ്ഠിതമായിട്ട് വരുന്നു എന്നുള്ള. മോട്ടോർ വാഹനത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വലിയ അസംബ്ലി ഓട്ടോമോട്ടീവ് എനർജി അതിപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ 15ഓളം കമ്പനികൾ BMW അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ കമ്പനികളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിഷൻ 2031 പറയുന്നത് ഒരു വലിയൊരു ഓട്ടോമോട്ടീവ് എനർജി ഹബ്ബായി കേരളം തിരുവനന്തപുരം മാറും. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ 15ഓളം കമ്പനികൾ നാളെ മൾട്ടിപ്ലൈ ചെയ്യും. അവരുടെ ഡൗൺ സ്ട്രീം കമ്പനീസ് ഉണ്ട്. അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്ത് പ്രോത്സാഹനവും മറ്റുള്ളവർ വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും കൂടെ ഉണ്ടായാൽ നിശ്ചയമായിട്ടും കാര്യമായിട്ടുള്ള വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് സംശയിക്കാം. ഈ വളർച്ചയെ വ്യവസായ വകുപ്പ് കേരളത്തിന്റെ ഇക്കോണമിയുടെ ഗ്രോത്തിലും GDP വളർച്ചയിലും ഗവൺമെന്റ് റവന്യൂ ജനറേഷനിലും എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് പൊതുവെ ഒന്ന് വിലയിരുത്തുന്നത്? ഇത് വളർച്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും GST വർദ്ധിപ്പിക്കും. GST വർദ്ധിപ്പിക്കുക മാത്രമല്ല മറ്റു തരത്തിലുള്ള തൊഴിലവസരങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കും. അത് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് അനുസൃതമായി എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നോ ഇല്ലയോ എന്നാണ് ചോദ്യം. ചില മേഖലകളിൽ കാര്യമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി സെക്ടർ,
ആശുപത്രിയാണ്. എന്നാൽ ഒരു IT രംഗത്തേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് അത്തരത്തിലുള്ള രംഗത്തേക്കോ പോയാൽ അവിടെ അത്രത്തോളം എണ്ണമുള്ള ഇൻഡസ്ട്രീസ് പിന്നെ തൊഴിലവസരങ്ങളില്ല. അപ്പോൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എത്ര തൊഴിലവസരം ഉണ്ടാവുന്നു എന്ന കാര്യം നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കിയിട്ട് അത് കഴിയുന്നത്ര വർദ്ധിപ്പിക്കാനുള്ള കാര്യം നോക്കണം. കൂടാതെ നല്ലൊരു പേര് കൈവരിക്കുന്ന സ്വാഭാവികം നല്ലതാണ്. കാരണം ഇത്രമാത്രം MSMEകളും സ്റ്റാർട്ടപ്പുകളും ഇവിടുത്തെ നമ്മളിവിടെ കൊണ്ടുവരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഈ നമ്മുടെ ഒരു പ്രശ്നം ഇപ്പം ഗവൺമെന്റ് വന്നപ്പോൾ ഒരു ടേൺ അറൗണ്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ എങ്ങനെയാണ് അല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഒരു 57ഓളം സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിലാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ മുൻപ് കാലത്ത് 10-12 സ്ഥാപനങ്ങളാണ് ആകെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് സന്തോഷത്തോടുകൂടി പറയുന്നത് സെപ്റ്റംബർ 30 അവസാനിച്ച അരവർഷം കഴിഞ്ഞപ്പോൾ 25 കമ്പനികൾ ലാഭത്തിലാണ്. ഈ 57 എന്ന് മാത്രമല്ല 57 ആകുമ്പോൾ 30 കമ്പനികളെത്തും. മാത്രമല്ല അവിടെ എല്ലാം തന്നെ ഉണ്ടായ ഈ പിന്നെ പ്രോഫിറ്റബിലിറ്റി എല്ലാം പ്ലസ് ആയിട്ട് കെൽട്രോൺ ഒരുപാട് കാലം വലിയ ഉയരങ്ങളിലായിരുന്നു. പിന്നെ ഒരു വളരെ തളർച്ചയിലേക്ക് ഇന്ന് കാര്യമായ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഡിഫൻസിന് ഉടമ്പടി വെക്കുന്ന തരത്തിലേക്ക് ഇന്ന് രാവിലെ പോലും കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അല്ല ഇതിന്റെ പിന്നിലുള്ള ഒരു മാജിക് എന്താണ്? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരികെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ 3 കാര്യങ്ങൾ മതി എന്നാണ് എൻ്റെ പക്ഷം. ഒന്ന്, നല്ല ഒരു നാഥൻ ഉണ്ടായിരിക്കണം, നല്ലൊരു ബോർഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, തൊഴിലാളികൾക്ക് ഇത് നമ്മുടെ സ്വന്തമാണെന്ന രീതിയിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുത് വേണം. മൂന്നാമത്തെ കാര്യം, ഡൈവേഴ്സിഫിക്കേഷൻ. ചെറിയ തുക കൊണ്ടാണെങ്കിലും വ്യവസ്ഥ പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് പിന്നെ ഒത്തിരി പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമില്ല. ആ രീതിയിലേക്ക് പോകണേ നമുക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഇപ്പം 30 ബാക്കിയുള്ളതിലും നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന. തീർച്ചയായിട്ടും നമുക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര സിസ്റ്റമിക് ആയിട്ട് ഡെഫിഷ്യൻസി ഉണ്ട്. ടെക്സ്റ്റൈൽ മേഖലയിൽ പറ്റും. എന്നാൽ തന്നെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, നല്ല നേതൃത്വം, ഫങ്ഷണൽ ഡയറക്ടേഴ്സ്, എക്സ്പെർട്സിന്റെ ഡയറക്ടർ കൂടി കൊണ്ടുവരിക, ബിസിനസ് ഇൻട്രസ്റ്റ് മാത്രം മുൻനിർത്തിയുള്ള തീരുമാനങ്ങളും ജീവനക്കാർക്ക് സ്വന്തമെന്ന തോന്നലും. മൂന്നാമതായിട്ട് വൈവിധ്യവൽക്കരണം. ഉൽപാദന ചെലവ് വെട്ടിക്കുറയ്ക്കുക, പുതിയ ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നമ്മുടെ വ്യവസായ മേഖലയെ അഫക്റ്റ് ചെയ്യാവുന്ന ഒരു തീരുമാനം ഇപ്പം അമേരിക്ക എടുത്തിട്ടുള്ള തീരുവ ഉയർത്തുന്നൊരു തീരുമാനമുണ്ട്. അത് കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന ചില സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫിഷറീസ് മേഖല, നമ്മുടെ എക്സ്പോർട്ട് കയർ സെക്ടർ, സ്പൈസസിന്റെ സെക്ടർ, അതിനെ സംബന്ധിച്ച് ഗവൺമെന്റും വ്യവസായ വകുപ്പ് എന്തെങ്കിലും ഒരു കണക്കെടുപ്പ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം ഈ നമ്മുടെ ഈ ടാരിഫ് നിലവിൽ വന്ന ശേഷം വ്യവസായികളുമായിട്ട് മീറ്റിംഗ് നടത്തിയത് കേരളമാണ്. അതായത് സെപ്റ്റംബർ മാസം 12-ാം തീയതി ആദ്യത്തെ യോഗം നടന്നു കഴിഞ്ഞു വ്യവസായ നേതൃത്വത്തിൽ. അതിനുശേഷമാണ് മറ്റെന്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ പുതിയ വിപണി കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യം ചെയ്യാവുന്നത് പുതിയ വിപണി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കയർ മേഖലയിലൊക്കെ പറയുന്നതാണ്, നിങ്ങൾ ഇത്രയും മിനക്കെട്ട് 25-30 കൊല്ലക്കാരെ സ്വന്തമായി പ്രയത്നിച്ചുകൊണ്ടാണ് ചേർത്തലയിലെയും ആലപ്പുഴയിലെയും കയർ ഫാക്ടറികളും കയർ സ്ഥാപനങ്ങളും വലിയ മാർക്കറ്റുകൾക്ക് US കണ്ടെത്തിയത്. ആ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ തിരികെ വരാൻ സാധിക്കില്ല. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ സമയത്ത് അവർ പിടിച്ചു നിൽക്കാറുണ്ടായിരുന്നു. ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള വിദഗ്ധർ പങ്കെടുത്ത വികസന സെമിനാറിന്റെ നിർദ്ദേശം കയർ മേഖലയെ സംബന്ധിച്ച്. അതേസമയത്ത് നമ്മുടെ ഈ സമുദ്രോൽപ്പന്ന മേഖലയിൽ എങ്ങനെയാണ്? സീ ഫുഡ് സെക്ടറിൽ ഞാൻ പറഞ്ഞു, സീ ഫുഡ് സെക്ടറിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് തൊഴിലധിഷ്ഠിത മേഖലയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഫാർ ഈസ്റ്റ് മാർക്കറ്റും കാര്യമായി ടാപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ ജപ്പാനുമായിട്ടുള്ള MOU വെച്ചു. ജപ്പാനുമായിട്ട് സയൻസ് ടെക്നോളജി ട്രാൻസ്ഫർ, ബിസിനസ് റിലേഷൻഷിപ്പ് എന്നിങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് 3 മാസക്കാലം കൊണ്ട് ഏത് മേഖലയും കൃത്യമായിട്ടുള്ള എന്ത് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും എന്നുകൂടി അടയാളപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ചെറിയ റീഡ്രാഫ്റ്റിംഗ് കൂടി നടത്തി ആ നിലയ്ക്ക് MOU ആക്കി. ആ MOU അനുസരിച്ച് 3 മാസം കൊണ്ട് ഒരു പുതിയ ചട്ടക്കൂട് ഉണ്ടാക്കി പിന്നെ മുന്നോട്ട് പോകുക. അവരുടെ രീതിയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ്, സമയമെടുത്തുകൊണ്ടുള്ള രീതി. ഈ വിഷൻ 2031 കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഓൺട്രപ്രണർഷിപ്പും അതുപോലെ സംരംഭവും അതുപോലുള്ള മേഖലകൾക്ക് മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കുക എന്നുള്ളത്.
അത് ഡീറ്റെയിൽസ് അതിനകത്തുണ്ടായിരുന്നില്ല. എന്താണ് അത് വാസ്തവത്തിൽ? വാസ്തവത്തിൽ നമ്മുടെ തെലങ്കാനയിലും ഓഫീസിലൊക്കെ ഉള്ളതുപോലെ ഏറ്റവും നല്ല സ്കിൽ യൂണിവേഴ്സിറ്റി എന്ന സങ്കല്പം, ഞങ്ങളത് വ്യവസായവും ഈ പറയുന്ന ക്ലാസ് റൂമും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി അടിയൊന്നിപ്പിച്ചുകൊണ്ട് വ്യവസായത്തിന് വേണ്ടുന്ന തരത്തിലുള്ള കോഴ്സസ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ടാക്കുക. അതായത് ഒരാൾ കോഴ്സ് പഠിച്ചിറങ്ങിയ ആൾക്ക് തൊഴിലിലേക്ക് നേരിട്ട് സംരംഭകനാവാനോ കഴിയുന്ന. അതെ. അപ്പൊ അങ്ങനെ തെലങ്കാനയിൽ കണ്ട ഒരു മോഡൽ, ഒരു PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അവിടുത്തെ ബോർഡ് ഓഫ് ഗവർണൻസ് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലെ വ്യക്തികളാണ് കൂടുതലായിട്ടുള്ളത്. സർക്കാരിന്റെ എല്ലാവിധ പിന്നെ ഒരു ചാലക ശക്തി എന്ന നിലയിൽ സർക്കാർ വഹിക്കുകയും ചെയ്യും. പോലീസിലും അതുപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇതുപോലൊരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ഉണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏകദേശം എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല, അതിന്റെ ചർച്ചകൾ നടക്കുന്നു, പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു കഴിഞ്ഞ 5-8 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഈ LDF ഗവൺമെന്റിന്റെ കാലത്തെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഈ വ്യവസായ മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ചയും അത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയും തൊഴിൽ മേഖലയെ എപ്രകാരം ത്വരിതപ്പെടുത്തും എന്നുള്ളതാണ് താങ്കളുടെ ഒരു വിഷയം. വാസ്തവത്തിലെ ധാരാളം ചെറുപ്പക്കാര് എംപ്ലോയി ആവുന്നതിന് പകരം എംപ്ലോയർ ആവാൻ വേണ്ടി തീരുമാനിച്ചു. സ്റ്റാർട്ടപ്പുകൾ, MSMEകളാണ് അവരുടെ കവാടങ്ങൾ. രണ്ടാമതായിട്ട് ധാരാളം മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വർഷങ്ങളോളം ജോലി ചെയ്ത് വളരെ സീനിയർ പൊസിഷനിലെത്തിയിട്ടുള്ള പലരും മിഡിൽ ഏജസിലുള്ളവരും അല്ലാത്തവരൊക്കെ തിരികെ നാട്ടിലേക്ക് മടങ്ങി വന്ന് ഇവിടുത്തെ നോളജ് പൂൾ വർദ്ധിപ്പിക്കുന്നു. അവരെ സ്വാഭാവികമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ഇവിടുത്തെ നമ്മുടെ നിക്ഷേപകർക്ക് സാധിച്ചാൽ ഇതിനപ്പുറം വലിയൊരു കാര്യമുണ്ടോ? ഈ 2 കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് ഉള്ള മാറ്റമുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ നിലവിലുള്ള സ്ഥാപനങ്ങളെ കഴിയുന്നത്ര മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ കേരളത്തിൻ്റെ കോർ ഏരിയകൾ ഇനി നമുക്ക് സാധ്യതയുള്ള ഐഡന്റിഫൈ ചെയ്യാവുന്ന ഏതാനും ചില മേഖലകൾ ഏതൊക്കെയാണെന്നാണ്? ഒന്ന് IT ആണ്, രണ്ടാമത്തെ ഫുഡ് പ്രോസസ്സിംഗ് ആണ്, മൂന്നാമത്തേത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ആയുർവേദവും വെൽനസ്സുമാണ്, ഹോസ്പിറ്റാലിറ്റിയാണ്. നാലാമത്തേത് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജി ഡിവൈസസ്, ബേസ്ഡ് ഡിവൈസസ്. ഇന്ത്യയിലെ ആകെയുള്ള ഇത്തരം കമ്പനികളുടെ ടേൺ ഓവറിൻ്റെ 20% കേരളത്തിലാണ്. ബ്ലഡ് ബാങ്ക്, അഗപ്പയും പല്ലുണ്ടാക്കുന്ന മെഡ്ടെക്. അഞ്ചാമത്തേത് നമ്മൾ ഓട്ടോമോട്ടീവ് എനർജിയിൽ കാര്യമായി ഫോക്കസ് കൊടുക്കണമെന്നാണ് അഭിപ്രായം. 6 മെറ്റാലിക് ഇൻഡസ്ട്രീസും പ്ലാസ്റ്റിക് ബേസ്ഡ് ഇൻഡസ്ട്രീസും. 7ാമതായിട്ട് നമുക്ക് ഇനി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഓഫ് ഷോർ എനർജി, അതുപോലെ ഫ്ലോട്ടിംഗ് സോളാർസ്. ഇത് രണ്ടും ഒരു പുതിയ മേഖലയാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഈ ഓഫ് ഷോർ എനർജി ഇതിലെന്താണ് പ്രത്യേകിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓഫ് ഷോർ എനർജി പേരുന്നുകൊണ്ടല്ലേ എനർജി പ്രൊഡക്ഷൻ ഇപ്പോൾ വളരെ ആവശ്യം വന്നിട്ടുള്ളത് കാണാം. ഇതുപോലെ തന്നെ ഒരു വേറൊരു കാര്യമാണ് ഈ ഒരു AI ഹബ്ബായിട്ട് ഇങ്ങനെ കേരളം മാറുന്നത്. AI ഹബ് എന്ന രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ 2031 വിഷൻ 2031 എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ കേരളത്തെ അങ്ങനെ 2031 ആകുമ്പോൾ എവിടെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഏത് രീതിയിലായിരിക്കും കേരളം മാറുക? കേരളത്തിലെ ഭൂവിസ്തൃതി കുറവാണ്. ഉള്ളയിടത്ത് തന്നെ 25% വനങ്ങളാണ്. അവിടെ പിന്നെ അതിരോര പ്രദേശങ്ങളാണ്. പിന്നെ ഉള്ളത് നമുക്ക് ധാരാളം ഈ പറഞ്ഞ പോലെ പിന്നെ ചതുപ്പ് നിലങ്ങളുണ്ട്, പിന്നെ അതുപോലെ കായലുകളുണ്ട്, കടൽ തീരമുണ്ട്. ഭൂമി കുറവാണ്. ആ ഭൂമിക്കകത്ത് നിന്നുകൊണ്ട് ഉള്ള വ്യവസായം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെർട്ടിക്കലായിട്ട് മാത്രമേ പോകാൻ പറ്റൂ. ഹൊറിസോണ്ടൽ പറ്റില്ല. സെക്കൻഡ്ലി നല്ലൊരു ടാലൻറ്റ് പൂൾ അവർക്കുണ്ട്. അവരുടെ സ്കില്ലിംഗ് മെച്ചപ്പെടുത്തണം. അവരെ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള ഒരു പിന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് അവർ കൊണ്ടുവരണം. അത് സ്റ്റാർട്ടപ്പുകളിലൂടെയും MSMEകളിലൂടെയും സാധിക്കും. മൂന്നാമതായിട്ട് ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് ആയിട്ട് സംസ്ഥാനത്തുടനീളം ഉള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഉള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സിനെ ഈ MSMEകളുമായിട്ടും ഈ സ്റ്റാർട്ടപ്പുകളുമായിട്ടും ലിങ്ക് ചെയ്തു ആ സ്റ്റാർട്ടപ്പുകളെ MSMEകളും അക്കാഡമിക് സ്ഥാപനങ്ങളുമായിട്ടും ലിങ്കേജ് ഉണ്ടാക്കി ആ ചരട് കൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ വീടും ഓരോ സംരംഭം എന്ന നിലയിലേക്ക് നമ്മൾ എത്തും. വീട്ടമ്മമാരെല്ലാം സംരംഭകരായി മാറുന്ന ഒരു അസാധാരണ അവസ്ഥ.
അത് അതിൻ്റെ ഇടയ്ക്ക് അത് നമ്മൾ വിട്ടുപോയ കാര്യം സ്ത്രീകളുടെ ഒരു ഓൺടർപ്രണർഷിപ്പ് രംഗത്തും അതുപോലെ മറ്റ് രംഗത്തുമുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എങ്ങനെ 3,75,000 MSMEകൾ വന്നത് 40% അടുത്ത് സ്ത്രീകളാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. കാരണം ഇവരെല്ലാവരും തന്നെ അങ്ങേയറ്റം അഭ്യസ്തവിദ്യരായിട്ടുള്ള വ്യക്തികളാണ്. അവരൊക്കെ തന്നെ കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിശബ്ദതയിലേക്ക് പോയവരാണ്. അവരെല്ലാവരും ഇന്ന് മടങ്ങി വരുന്നു. ഞങ്ങളിപ്പോൾ നടത്തിയ ഒരു വനിതാ സംഗമം ഉണ്ടായിരുന്നു, വനിതാ സംരംഭക സംഗമം. ആയിരങ്ങളാണ് തൃശ്ശൂരിൽ വെച്ച് ആയിരങ്ങളാണ് പങ്കെടുത്തത്. എന്ന് മാത്രമല്ല അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സാമ്പത്തികത്തെപ്പറ്റി, സാങ്കേതികതയെപ്പറ്റി, മാർക്കറ്റിനെ പറ്റി വിസ്മയാവഹമാണ്. ഒരു ചെറിയ പുഷ് കൂടെ കൊടുത്താൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. അപ്പോൾ ഒരു വെൽഫെയർ എക്കോണമി എന്നുള്ള നിലയിൽ നേരത്തെ ഉള്ള ഒരു കേരള മോഡലിൽ നിന്ന് മാറി ഒരു ആധുനിക വ്യവസായ രംഗങ്ങളെ വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന വലിയൊരു ഇക്കണോമിക് ഗ്രോത്തും ഒരു വലിയ തൊഴിൽ സാധ്യതകളും കാണുന്ന ഒരു പുതിയ കേരളത്തെയാണോ 2033 താങ്കൾ സ്വപ്നം കാണുന്നത്? ഹൈടെക് മാനുഫാക്ചറിംഗ് അധിഷ്ഠിതമായാണ്. അതുപോലെ ലോജിസ്റ്റിക്സ് കാര്യമായിട്ട് ഊന്നൽ കൊടുക്കാൻ പറ്റുന്ന, എൻവയറമെന്റൽ സോഷ്യൽ ഗവേണൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യമായി വന്നാൽ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് വയനാട്ടിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വിഭവങ്ങൾ സംസ്ഥാനത്തെമ്പാടുമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഗണ്യമായ രീതിയിൽ കലാലയങ്ങളിൽ നിന്ന് സംരംഭങ്ങളിലേക്ക്, സംരംഭങ്ങളിൽ നിന്ന് കോപ്പിൻ്റെ ഉയരങ്ങളിലേക്ക്, ആ ഉയരങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെയും സാങ്കേതികതയും ഉയരങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ആഗോളതലത്തിലുള്ള വിവിധ സംരംഭങ്ങളുടെ ഒരു ഹബ്ബായിട്ട് ഇത് മാറ്റാൻ പറ്റും. അതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ഈ വ്യവസായ വകുപ്പും അതുപോലെ കേരള ഗവൺമെന്റും കാണുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കാണുന്നത്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് പതുക്കെ മെല്ലെ മാറി വരുന്നുണ്ട്. ആ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷവും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള താല്പര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ മാറിയ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആധുനിക സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മാറിയ ഒരു എൻ്റർപ്രണർഷിപ്പ് കൾച്ചറിലുമൊക്കെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആശയത്തെ പുതിയ ഒരു കാലഘട്ടത്തിൽ സാർ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ആദ്യമായിട്ട് ഒരു പണം ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചൂഷണത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണെന്നൊരു വിചാരം വർഷങ്ങളായിട്ട് നമുക്കുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചു. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം വെച്ച് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പുസ്തകം വായിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭൗതികമായതും പ്രോഫിറ്റാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമ കാണാൻ പോയി വന്നാൽ അതുമൂലം ലഭിക്കുന്നത് മനസ്സിന് പ്രോഫിറ്റാണ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ന്യായയുക്തമായ രീതിയിലുള്ള ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന കൃത്യമായ അധ്വാനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന നിലയിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മളങ്ങനെ ഒരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നേരിട്ട് പങ്കുവയ്ക്കുന്നില്ല. എന്നാൽ തന്നെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിന് പ്രോഫിറ്റ് എന്ന പേരിട്ടത് തികച്ചും അന്വർത്ഥമാണ്. ഇനിയുള്ള കാലത്ത് അത്തരത്തിലുള്ള മെറ്റീരിയൽ, ഇൻ്റലക്ച്വൽ, മെൻ്റൽ പ്രോഫിറ്റ് അതിലേക്ക് തന്നെയാണ് മലയാളി സമൂഹം സഞ്ചരിക്കേണ്ടത്. അപ്പോൾ കേരളത്തിന് 2031 അടുത്ത 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു വലിയ മുന്നേറ്റം, അത് കേരളത്തിലെ കുടുംബത്തിൽ രംഗത്ത് ആകെ തന്നെ ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് നമ്മോട് പങ്കുവച്ചത്. അദ്ദേഹം ഇത്രയും നേരം പ്രോഫിറ്റ് ടോക്കിൽ അതിഥിയായി എത്തിയതിന് നമ്മൾ അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ്.